നമുക്ക് ഈ ഭൂമിയിലുള്ള കുത്തകാവകാശത്തെക്കാൾ കൂടുതൽ ഈ ഭൂമിയിലെ മറ്റെല്ലാ ജീവികൾക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ഏകദേശം 30 ദശലക്ഷം ജീവരൂപങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ അഹങ്കരിക്കുന്ന ദ ഹോമോസാപ്പിയൻസ്, മനുഷ്യജീവി. അപ്പൊ ഇതില് ക്ഷണഭംഗരമായിട്ട് ജീവിക്കുന്ന ചില ജീവികളുണ്ട്. നമ്മെപ്പോലെ ദീർഘായുസ്സോടുകൂടി 50, 60, 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന ചില ജീവികളുമുണ്ട്. ഇതിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ആകാശം ഇരുളുമ്പോൾ നമുക്ക് ചില നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. അപ്പൊ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ കാണുന്ന ഒരു നക്ഷത്രം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് അയച്ച വെളിച്ചമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. ആ വെളിച്ചം അവിടുന്ന് തിരിച്ച സമയത്ത് ഭൂമിയിൽ മനുഷ്യനുണ്ടായിരുന്നില്ല. ചില നക്ഷത്രങ്ങളിലെ വെളിച്ചം ഇവിടെ എത്തുമ്പോൾ അത് നോക്കിയാൽ അത് അവിടുന്ന് തിരിച്ച സമയത്ത് ഭൂമി തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഒരു മായിക പ്രപഞ്ചമാണ്. അതിൽ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്. വന്നി സന്തപ്ത ലോഹസ്താമ്പ് ബിന്ദുന സന്നിഭം മത്യജന്മം ക്ഷണപങ്കുരം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളിയിരിക്കുന്ന ഒരു കനലില്, ചുട്ടുപൊള്ളിയിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തില് ഒരു തുള്ളി വെള്ളം വീണാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് മനുഷ്യായുസ് എന്നാണ് കവി പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ ആയുസ്സിനിടയ്ക്ക് നമുക്ക് മത മാത്സര്യങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടാകും. മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം മത്സരമാണ്. ആരാണ് മുമ്പിൽ? അപ്പോഴവൻ മറന്നു പോകുന്നു, ഇന്നു ഞാൻ നാളെ നീ. അപ്പൊ ആരാണ് മുമ്പിൽ എത്തുക എന്നുള്ള മത്സരത്തില് അയലത്തുകാരനെ മറന്നു പോകുന്നു, സ്വന്തം രക്തത്തെ മറന്നു പോകുന്നു, സ്വന്തം സമൂഹത്തെ മറന്നു പോകുന്നു. ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് ഓർമ്മിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒത്തുചേരണം. പണ്ടൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. എന്നാല് ഒരു 5 വർഷം മുമ്പ് ഒരു വില്ലൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. നിയോ കൊറോണ വൈറസ്. ചൈനയിൽ നിന്നാണ് വന്നതെന്ന് കേൾക്കുന്നു, എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നമ്മളെയൊക്കെ വീട്ടിൽ പൂട്ടിയിട്ടു. നിങ്ങളൊക്കെ പുറത്തിറങ്ങാൻ കഴിയാതെ ഭയന്ന് വീട്ടിലിരുന്നു നമ്മളെല്ലാം. അപ്പോഴാണ് നമുക്ക് സ്വത്വബോധം ഒത്തിരി കൂടിയത്. ആരാണ് ഞാനെന്ന് ചിന്തിച്ചു തുടങ്ങി. കാണാൻ കഴിയാത്ത ഈ കൊറോണ വൈറസിനെ കാണാൻ കഴിയില്ല. മൈക്രോസ്കോപ്പിൽ കൂടെ, അതിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ കഴിയുള്ളൂ. സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയില്ല. കാരണം 2 തരത്തിലുള്ള വൈറസുകൾ അന്ന് സജീവമായിരുന്നു, DNA വൈറസും RNA വൈറസും. അപ്പൊ ഈ സൂക്ഷ്മദർശിനിയിൽ കൂടി കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മജീവിയെ ഭയന്ന് നമ്മൾ എത്രയോ മാസങ്ങൾ വീട്ടിൽ പൂട്ടിയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു പോയെന്ന് വിചാരിക്കുമ്പോഴാണ് 2 ദിവസം മുന്നേ വീണ്ടും വാർത്ത വന്നിരിക്കുന്നു, അടുത്ത വില്ലൻ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇപ്പോ വരുന്നത് HMPA. കൊറോണ മാറി, പേര് വേറെയാണ്. HMPA അത് ഒരു RNA വൈറസ് തന്നെയാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോണോ വൈറസ്, HMPV ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്ന്. ചൈനയിൽ ലോക്ക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു. ഉത്തര ചൈനയിൽ മിക്കവരും ലോക്ക്ഡൌണിലാണ് ഇപ്പൊ തന്നെ എന്നാണ്. പിന്നെ ചൈനയിലെ വാർത്ത ആയതുകൊണ്ട് പുറത്തു വരാൻ കുറച്ച് വൈകും. കാരണം അവിടെ വാർത്താ മാധ്യമങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. പക്ഷെ പുറത്തു വരും. കാരണം ഈ വൈറസ് അവിടെ പിടിച്ചാൽ നിൽക്കില്ലല്ലോ. നമ്മുടെയൊക്കെ വിചാരം ഈ മതിൽക്കെട്ടിനകത്ത് നമ്മളെ എല്ലാം ബന്ധിച്ചു നിർത്തുന്നു എന്നല്ലേ. ഇപ്പൊ ഈ വീടിന്റെ ഒരു മതിലെടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഭൂമി കൃത്യമായിട്ട്, അതിനകത്തുള്ള കെട്ടിടം കൃത്യമായിട്ടെല്ലാം സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകുന്നുണ്ട്, ഈ ഭൂമിയിൽ നടക്കുന്ന ജീവജാലങ്ങളിൽ പലതും ഈ കാറ്റ് വഴിയും മഴയിലെ വെള്ളം വഴിയും ഒക്കെ അതിനകത്തേക്ക് വരുന്നുണ്ട്. പണ്ട് തമാശക്ക് പറയുമായിരുന്നു, യേശുക്രിസ്തു ശ്വസിച്ച വായു മുഹമ്മദ് നബി ശ്വസിച്ചിട്ടുണ്ടാവുമെന്ന്. സാധ്യതയുണ്ട്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഭൂമി സ്വയം ഒരു തവണ അച്ചുതണ്ടി ചുറ്റുന്നുണ്ട്. അത് കൂടാതെ ഓരോ 365 ദിവസവും സൂര്യന് ചുറ്റുന്നുണ്ട്. ഇനി അതും കൂടാതെ
ഈ സൂര്യനും ഭൂമിയും എല്ലാം കൂടി നമ്മുടെ നക്ഷത്ര സമൂഹം മിൽക്കി വേ, ആകാശഗംഗ, അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനൊരിക്കൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കണക്കുണ്ടാക്കി. ഒരു സെക്കൻഡില് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അസ്ട്രോണമി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അസ്ട്രോളജി അല്ല, ജ്യോതിഷമല്ല, അസ്ട്രോണമി, വാന നിരീക്ഷണ ശാസ്ത്രം. അത് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ഞാൻ തമാശക്ക് പറഞ്ഞു, എല്ലാ ചലനങ്ങളും കൂടെ കൂട്ടി നോക്കിയാൽ ഭൂമി ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡില് ഭൂമി ചലിക്കുന്ന ദൂരം 800 കിലോമീറ്റർ വരും. അറിയുന്നുണ്ടോ? ഞാനൊരു വാക്ക് പറയുന്നതിന് മുമ്പ് ഭൂമി 1000 കിലോമീറ്റർ മേലെ ചലിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സെക്കൻഡ് കൊണ്ട്, ഒന്ന് കണ്ണി വെക്കുന്ന സമയം കൊണ്ട് ഇവിടുന്ന് പൂനെ വരെ സഞ്ചരിച്ചിട്ടുണ്ടാവും. നമ്മൾ അറിയുന്നില്ല. അതാണ് മനുഷ്യന്റെ വലിയൊരു മഹത്വം. ഇവിടെ നടക്കുന്ന പലതും നമ്മൾ അറിയുന്നില്ല. ഇവിടെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു ശബ്ദങ്ങളും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കേൾവി പരിമിതമാണ്. ശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ 20 തരംഗ ദൈർഘ്യം തൊട്ട് 20 ഹേർട്സ് തൊട്ട് 20,000 ഹേർട്സ് വരെയുള്ള ശബ്ദം മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അതിനപ്പുറവും അതിനിപ്പുറമുള്ള ശബ്ദം ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചില സമയത്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും ഒക്കെ കിടന്ന് നിലവിളിക്കുന്ന കേൾക്കാം. എന്താ കാര്യം എന്നറിയാം? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത ചില ശബ്ദങ്ങൾ അവർ കേൾക്കുന്നു. ജപ്പാനില് ചില പ്രത്യേക എലികളെയും പൂച്ചകളെയും ഒക്കെ വളർത്താറുണ്ട്. എന്താണെന്നറിയാം? ഭൂകമ്പം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ ശബ്ദം അവർക്ക് മനസ്സിലാവും, അവരുടെ സ്വഭാവം മാറും, അത് പഠിക്കാൻ. അപ്പൊ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചെറിയൊരു കാലയളവിൽ ഇവിടെ ജീവിക്കാൻ കിട്ടുന്ന ഒരു പാസ്പോർട്ട്, ഇതൊരു പാസ്പോർട്ടാണ്. ഒരു ചെറിയ കാലയളവില് നമുക്കിവിടെ ജീവിക്കാൻ കിട്ടുന്ന ഒരു അളവ് സമയം, അതാര് വിചാരിച്ചാലും പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. ഇത്തിരി ദൈർഘ്യം വരുത്താൻ കഴിയും. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കേരളത്തിലെ ശരാശരി ആയുസ് 33 വയസ്സായിരുന്നു. പലരും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഭയങ്കര ആരോഗ്യമായിരുന്നു, ആയുസ്സായിരുന്നു. ഇതൊക്കെ വെറുതെയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടുത്തെ ശരാശരി ആയുസ് വെറും 33 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 33 വയസ്സ് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ 40 വയസ്സ് വരെ ജീവിച്ചാൽ പകരം വേറൊരാള് 26 വയസ്സിൽ മരിച്ചിരിക്കണം. ഇതാണ് അതിന്റെ കണക്ക്. ഇപ്പൊ അത് കൂടി 74 വയസ്സിന് മേലെയായി കേരളത്തിലെ ശരാശരി ആയുസ്. എന്ന് മാത്രമല്ല, അടുത്ത കാലത്ത് യുണൈറ്റഡ് നേഷൻസിന്റെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രഖ്യാപനം വരികയുണ്ടായി. യുവത്വം 65 വയസ്സ് വരെയാണ് അത്രേ യുവാവ് എന്ന് പറയുന്നത്, യങ് ഏജ്. പണ്ട് ഒരു 40 വയസ്സ് പല സംഘടനകളുടെയും, രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകൻ ശ്രീ സുജിത്തൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കറിയാം. പണ്ട് പല രാഷ്ട്രീയ സംഘടനകളുടെയും യൂത്ത് വിങ്ങില് തുടരണമെങ്കിൽ 35 വയസ്സിന് മേലെ പാടില്ലായിരുന്നു. ഇനി അത് മാറ്റണം. ഇപ്പോ ഐക്യരാഷ്ട്ര സഭ പറയുന്നത് യൂത്ത് എന്ന് പറയുന്നത് 65 വയസ്സ് വരെയാണ്. എന്ന് പറഞ്ഞാൽ യുവജന സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള അവകാശം എനിക്കുൾപ്പെടെ ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ ആയുസ് കൂടുകയാണ്. അതിനെയും കൂടി വന്നുകൊണ്ടിരിക്കും. പക്ഷെ മരണത്തെ മാറ്റി നിർത്താനുള്ള ഒരു സാങ്കേതിക വിദ്യയും ഇന്നുണ്ടായിട്ടില്ല. അടുത്ത കാലത്തും അത് ഉണ്ടാകാനും പോകുന്നില്ല. ജീവൻ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ, ഞാൻ കഴിഞ്ഞ വർഷം യൂറോപ്പിൽ പോയപ്പോൾ ഒരു ഇറച്ചിക്കടയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിന്നു കൗതുകത്തോട്. എന്താണെന്നറിയാവോ? അവിടെ ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ഫിഷ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ജീവിക്കുന്ന ജീവികളിൽ നിന്നല്ല. ഇതൊക്കെ കൾച്ചർ ചെയ്ത ഇറച്ചിയാണ്. ഒരു കോശം എടുത്തിട്ട് ആ കോശത്തെ ഇറച്ചിയാക്കി മാറ്റുകയാണ്. അവിടെ അതാണ് അധികം വിൽപ്പന. അവരൊന്നിനെയും കൊല്ലാറില്ല. ഇപ്പൊ എന്തിനാണ്? ആടിനെ കൊല്ലാതെ തന്നെ ആട്ടിറച്ചി കിട്ടും, കോഴിയെ കൊല്ലാതെ തന്നെ കോഴി ഇറച്ചി കിട്ടും, മീനെ പിടിക്കാതെ തന്നെ മീനിറച്ചി കിട്ടും. അതേ ടേസ്റ്റില് ഒരു മീനിന്റെ ഒരു കോശത്തിൽ നിന്ന് മീനിന്റെ കിലോ കണക്കിന് ഇറച്ചി ഉണ്ടാക്കാം. അമേരിക്കയില് ആനന്ദ് ചക്രവർത്തി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ പണ്ട് ഒരു സൂക്ഷ്മ ജീവരൂപത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് അന്ന് അതിന് അനുമതി കിട്ടിയില്ല. പറഞ്ഞത് ജീവൻ ഉണ്ടാക്കാനുള്ള അനുമതി മനുഷ്യനില്ല എന്നാണ്. കൊടുത്തില്ല സർക്കാർ. പക്ഷെ പിന്നീട് കിട്ടി. അദ്ദേഹം അമേരിക്കയിലെ ഫെഡറൽ കോടതി, അവിടുത്തെ സുപ്രീം കോടതി പോയി കേസ് വാദിച്ച് ജീവൻ ഉണ്ടാക്കാനുള്ള അനുമതി അദ്ദേഹം വാങ്ങിച്ചു. അങ്ങനെ അദ്ദേഹം ആ സൂക്ഷ്മജീവി ഉണ്ടാക്കി. എന്നിട്ട് ആ സൂക്ഷ്മജീവി അദ്ദേഹം ബിസിനസ്സിന് ഉപയോഗിച്ചു. എന്ത് ബിസിനസ്സിനെന്നറിയാവോ? കടലില് എണ്ണ പരക്കുമ്പോൾ ഒരുപാട് ജീവികൾ ചത്തൊടുങ്ങും, പക്ഷികളും അതുപോലെ കടൽ ജീവികളും ഒക്കെ ചത്തൊടുങ്ങുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ സൂക്ഷ്മജീവിയെ കടലിന്റെ മേൽത്തട്ടിലേക്ക് പറന്നു വിട്ടാൽ ഈ എണ്ണയൊക്കെ അതങ്ങ് തിന്നോളും. അങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസം.
ഇപ്പൊ അത് വന്ന് എവിടെ നിൽക്കുന്നു? ഇപ്പോ ഇറച്ചി വിൽക്കുന്നത് നല്ലൊരു കേരളത്തിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഈ സാങ്കേതിക വിദ്യ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. പാലക്കാട്ട് എപ്പോ എത്തുമെന്ന് അറിയില്ല. പാലക്കാട് ഇപ്പോൾ ഇവിടെയുള്ള ഫിഷ് സ്റ്റോളും ചിക്കൻ സ്റ്റോളും ഒക്കെ ചിലപ്പോൾ അടച്ചു കൂട്ടിന്ന് വരും. നിങ്ങൾ പാലക്കാട് ടൗണിലേക്ക് പോവാ, അവിടെ കൾച്ചേർഡ് ഇറച്ചി ഉണ്ടാവും. കൾച്ചേർഡ് ഇറച്ചി എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി വെച്ച് കൾച്ചർ ചെയ്ത ഇറച്ചിയാണ്. നിങ്ങൾക്ക് ഏത് ടേസ്റ്റ് വേണോ? ഇപ്പൊ നെയ്മീൻ്റെ രുചി വേണമെങ്കിൽ അത് വാങ്ങിക്കാം. നെയ്മീനെ കിട്ടില്ല, എല്ലില്ലാത്ത ഇറച്ചി. ആലോചിച്ച് നോക്കും, അത്ര മനോഹരമായ സങ്കല്പമല്ല, നല്ല യാഥാർത്ഥ്യമാണത്. പക്ഷെ ഇപ്പോഴും മരണത്തെ പിടിച്ചു നിർത്താനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ഒരു വലിയ കൺസേൺ, ഇനി നമ്മുടെ കുട്ടികളുടെ സൃഷ്ടിക്ക് വേണ്ടി അച്ഛനും അമ്മയൊന്നും വേണ്ട. എൻ്റെ ശരീരത്തിലെ എൻ്റെ തൊലിയില് ഒന്ന് ചുരണ്ടി കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മ കോശങ്ങളുണ്ടാവും. അതിലൊരു കോശം മതി എൻ്റെ ഒരു സന്തതിയെ നിർമ്മിക്കാൻ. സാങ്കേതിക വിദ്യ ഇന്ന് ലഭ്യമാണ്. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ തന്നെ കേരളത്തിലെ കണക്ക് കഴിഞ്ഞ മാസം വന്ന ഒരു റിവ്യൂവിൽ പറയുന്നത്, കേരളത്തിലെ സ്കൂളുകളിൽ 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയ്ക്ക് ഒരു സർവേ നടത്തിയപ്പോൾ 50% പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്നാണ്. നിങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് കൂടിക്കൂടി വരും. അപ്പോ നമ്മൾ മുമ്പ് വൈവാഹിക ബന്ധത്തിന്റെ ഒരു വലിയ സത്ത എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ കുടുംബ പാരമ്പര്യം പുലർത്തുക, പിന്നെ നമ്മുടെ സംസ്കാരത്തെ അവരിലേക്ക് പകർന്നു നൽകുക. അതൊന്നും വേണമെന്നില്ല. പ്ലേറ്റോയുടെ ഒരു പുസ്തകമുണ്ട്, ദ റിപ്പബ്ലിക് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. പ്ലേറ്റോ വലിയ ഗ്രീക്ക് ചിന്തകനായിരുന്നു, എഥീനിയൻ ചിന്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിൽ പറഞ്ഞിരിക്കുന്നത്, റിപ്പബ്ലിക് രാഷ്ട്രീയക്കാർ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം വളരെ മെച്ചപ്പെടുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്തിരി വലിയ പുസ്തകമാണ്, അതുകൊണ്ട് രാഷ്ട്രീയക്കാർ അത്ര മെനക്കെടുവോ എന്നെനിക്ക് സംശയമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത്, ഭരണകർത്താക്കൾക്ക് സന്തതി പരമ്പരകൾ പാടില്ല എന്നാണ്. ഭരണകർത്താക്കൾക്ക് കുട്ടികളാകാം, പക്ഷെ അത് എൻ്റെ കുട്ടിയാണെന്ന് ഒരു ഭരണകർത്താവും അറിയരുത് എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കരുത്, അവർക്ക് പങ്കാളിയാകാൻ ജീവിതത്തിൽ. അങ്ങനെ കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികളെ വളരെ വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവരറിയാതെ മാറ്റിയിരിക്കണം, അവിടെ ആയിരിക്കണം അവരെ വളർത്തേണ്ടതെന്നാണ്. എനിക്കും ഇന്ത്യയിലെ സ്ഥിതി കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ കുടുംബം ഇല്ലാത്ത ഭരണാധികാരികൾ ഇന്ത്യയിൽ കുറച്ച് മെച്ചപ്പെട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് തൻ്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണമെന്നുള്ള വലിയ അതിമോഹം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി ആശാസ്യമാണ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല. അത് പോസിറ്റീവായ ഒരു ട്രെൻഡായിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നത്, നമ്മുടെ സന്തതി പരമ്പരയെ വേണ്ടവർക്ക് ബുക്ക് ചെയ്ത് ഡേറ്റ് കൊടുത്ത് ഇൻറ്റന്റ് കൊടുക്കാം. അതായത് എനിക്ക് അടുത്ത വർഷം ഇന്ന മാസം ഇത്രാം തീയതി എനിക്കൊരു കുട്ടി വേണം, ഇതാ എൻ്റെ ഒരു കോശം എടുത്തോളൂ, കഴിഞ്ഞു. ആ ഒരു സ്ഥിതിയിലേക്ക്, ഇത് സങ്കല്പമല്ല, ഇത് ഇന്ന് നടക്കുന്ന സാങ്കേതിക വിദ്യയാണ്. പക്ഷെ അതിന് സർക്കാരുകളൊന്നും ലൈസൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സങ്കേതം പടർന്നു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ പരസ്പര ബന്ധവും മാനുഷിക മൂല്യവും ഒക്കെ ഏതു തരത്തിലാകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്നിരിക്കലും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. നമ്മൾ നമ്മിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. കവികൾ പറയുന്ന പോലെ, ഒരു പൂവ് വിരിഞ്ഞ് പടരുമ്പോഴാണ് അതിന് സുഗന്ധം വ്യാപിക്കുക. അത് കൂമ്പിക്കഴിഞ്ഞാൽ അത് അതിലേക്ക് ഒതുങ്ങുകയാണ്, പിന്നെ അതിൻ്റെ അന്ത്യം മരണമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടലിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ഏറ്റവും പ്രധാന കാരണമായി വരുന്നത് ഇന്നത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വസ്തു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങളൊന്നും അല്ല. ഇന്ന് നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ്. ഇനി ആ ഉപകരണവും മാറും, പോക്കറ്റിൽ കൊണ്ട് നടക്കണ്ട. പുതിയ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞു. എൻ്റെ ഒരു വിദ്യാർത്ഥി, അദ്ദേഹം ചെക്കോസ്ലോവാക്യയിലാണ്. ഇന്ന് അതൊരു, നിങ്ങൾക്കറിയായിരിക്കും, വിപ്ലവത്തിനൊക്കെ ശേഷം പുതുവസന്തമൊക്കെ വന്ന രാജ്യമാണ് അവിടെ. ചെക്കോസ്ലോവാക്യയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു വിദ്യാർത്ഥി, ഒരു പൂർവ്വ വിദ്യാർത്ഥി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഞാനത് കൗതുകത്തോടു കൂടി നോക്കി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വേർഷൻ വരാൻ പോകുന്നതാണ്.
റിയൽ ടൈം മൊബൈൽ സിസ്റ്റം. അതായത് കയ്യിലൊരു ചെറിയ ഒരു ചിപ്പ്. നിങ്ങളിപ്പോൾ സിം കണ്ടിട്ടുണ്ടാവും, മൊബൈലിലിടുന്ന സിം എല്ലാവർക്കും അറിയാം. ആ സിമ്മിന് പകരം അതിന്റെ ഒരു ചെറിയ വെർഷൻ, ഒരു പൊടി, അത്രയും മതി. ആ സിമ്മില് ശരിക്കും വർക്ക് ചെയ്യുന്ന അതിൽ പ്ലേറ്റ് ചെയ്ത സർഫസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നെയിം സേക്കാണ്, അത് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒരു ചെറിയ പൊടി പോലെ ഒരു സാധനം നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകം ഭാഗത്ത് പിടിപ്പിക്കുക. അത് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ തള്ളവിരലിന്റെയും ഈ ചൂണ്ടുവിരലിന്റെ ഇടയിലാണ്. കാരണം അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അവിടെ പിടിപ്പിക്കുക. എന്നിട്ട് എൻ്റെ കയ്യിൽ അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ മൊബൈലിന് ഓരോ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ പല രീതിയിൽ വരയ്ക്കാം പാറ്റേൺ. അതുപോലെ ഈ ചിപ്പ് പിടിപ്പിച്ചിട്ടുള്ള കയ്യ് ഒരു പാറ്റേണിലൊന്ന് മൂവ് ചെയ്താൽ മതി, ഫ്രണ്ടിൽ ഒരു വിർച്വൽ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. എന്താ ഈ വിർച്വൽ സ്ക്രീൻ? ആ സ്ക്രീൻ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അതാണ് ഈ വിർച്വൽ സ്ക്രീൻ. അപ്പൊ ആ വിർച്വൽ സ്ക്രീനിനകത്ത് ABCD അക്ഷരങ്ങളെല്ലാം ഉണ്ട്, 1 2 3 അക്കങ്ങളെല്ലാം ഉണ്ട്, എല്ലാം റെഡിയാണ്. അപ്പൊ അതിനകത്ത് നിങ്ങളൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ഫോൺ കോൾ പോയിക്കോളും. അതിനകത്ത് വാട്സാപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആരും കാണാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ചിപ്പേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു പാറ്റേണിൽ കൈ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്രത്യക്ഷമാകും. ഞാനീ പറഞ്ഞത് സാങ്കല്പികമല്ല കേട്ടോ, ഇന്ന് നിലവിലുണ്ടത്, പ്രചാരത്തിൽ എത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ അടുത്ത തലമുറ വരുമ്പോൾ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവില്ല. എന്തിനാ കൊണ്ടു നടക്കുന്നത്? അവരുടെ ശരീരത്ത് മൊബൈലിന്റെ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജപ്പാനിലൊരു സമ്പ്രദായമുണ്ട്, അവിടെ കൊച്ചു കുട്ടികളെ നഴ്സറിയിലേക്കൊക്കെ അയക്കുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിൽ ഒരു ചിപ്പ് എംബഡ് ചെയ്യും. അത് എവിടെയെന്ന് അവർക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. സാധാരണ ഇത് ചെയ്യുന്ന ഇവിടെ, അല്ലെങ്കിൽ ചെവിയുടെ പുറകില്, അല്ലെങ്കിൽ കീഴ്ത്താടിയിലൂടെ, വളരെ ചെറിയ ചിപ്പാണ്. ഈ ചിപ്പ് എംബഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുട്ടി ജപ്പാനിൽ എവിടെയാണെങ്കിലും അപ്പൊ തന്നെ പോലീസിന് കണ്ടെത്താൻ പറ്റും. ജപ്പാനിൽ എവിടെയാണ്, കാരണം ജപ്പാനിൽ എവിടെയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആ കണക്ടിവിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. ജപ്പാനിലെ ഓരോ മുക്കും മൂലയിലും കണക്ടിവിറ്റി ഉണ്ട്. അവിടെ അന്ധരായവർക്ക് നടക്കാൻ ഒരു പ്രത്യേകതരം വടിയുണ്ട്. ആ വടി നമ്മുടെ കയ്യിൽ വെച്ചാൽ എന്താ ഗുണം? നിങ്ങൾക്ക് കണ്ണ് കാണില്ല എന്ന് വെച്ചുള്ളൂ, ആ വടിയും പിടിച്ചിങ്ങനെ നടന്നാൽ മതി. ആ വടിയുടെ എല്ലാ സൈഡിലുമുള്ള എന്താണെന്ന് വടി ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അത്രമാത്രം സാറ്റലൈറ്റ് കണക്ടിവിറ്റിയാണ്. അതിന്റെ പ്രിസിഷൻ 4 മില്ലിമീറ്റർ ആണ്. അതായത് ഇത്ര അകലത്തിലുള്ള ഇതുവരെ അത് കണ്ടെത്തും. അത്ര പ്രിസിഷൻ മെക്കാനിസം അവിടെ ലഭ്യമാണ്. അത് അമേരിക്കയിലും പല സ്റ്റേറ്റ്സിലും അതുണ്ട്. അതുകൊണ്ട് ജപ്പാനിൽ എവിടെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയാലും അപ്പൊ തന്നെ അവർ പിടിയിലാവും. അതുകൊണ്ട് ജപ്പാനിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഇടപാട് ഇല്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സങ്കേതങ്ങൾ എവിടെ പോയാലും മനുഷ്യന് എത്ര മാറാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി അല്ലെ നിർമ്മിത ബുദ്ധി മനുഷ്യനെ ഇല്ലാതാക്കുമോ എന്നൊരു ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ ഉത്തരം പറയാറായിട്ടില്ല. കാരണം ഈ നിർമ്മിത ബുദ്ധിയൊന്നും പ്രയോഗത്തിൽ വരുന്നുണ്ട്. ഇതിലൊക്കെ അപകടമുള്ളത് മനുഷ്യനിൽ സ്പർദ്ധ വരുമ്പോഴാണ്. ഇതെല്ലാം പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അപകടം വരില്ല. പക്ഷേ അവനെന്റെ ശത്രുവാണ്, അവനെ എനിക്ക് ഇല്ലാതാക്കണം എന്നൊരു നിമിഷം തോന്നിയാൽ ഈ യന്ത്രങ്ങളുടെ, നിങ്ങൾ യന്ത്രൻ സിനിമ കണ്ടിട്ടുണ്ടാവും, അതില് ഒരു യന്ത്രം ചെയ്യുന്ന വിക്രിയകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇന്ന് സാധ്യമാണ്. ഇന്ന് സാധ്യമായതെല്ലാം നാളെ സാധ്യമായിരിക്കും, അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ. അപ്പോ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒന്ന് മാത്രം മാറുന്നില്ല, നമ്മുടെ അത്യാഗ്രഹം. 10 ലഭിക്കുമെങ്കിൽ 100 ആശ, 100 or 1000 ആകാൻ മോഹം, 1000 or 10,000 ആകിൽ ആശക്കുലകിൽ അതിരില്ല. ഇത് മനുഷ്യന്റെ ഒരു വീക്ക്നെസ് ആണ്. അയലത്തുകാരനേക്കാൾ കേമനായിരിക്കണം ഞാൻ, മറ്റുള്ളവരെക്കാൾ മിടുക്കനായിരിക്കണം ഞാൻ. ആരോടാണ് നമ്മൾ ഈ മിടുക്ക് കാണിക്കുന്നത്? നമുക്ക് പാട്ടം കിട്ടിയ കുറച്ച് സമയമാണുള്ളത്, ലീസ്റ്റ് ടൈം. ആ ലീസ്റ്റ് ടൈമില് എന്ത് നേടി നിങ്ങൾ എന്ന് ആലോചിക്കുന്നത് ജീവിതത്തിൽ വളരെ അർത്ഥവത്തായിരിക്കും. അല്ലെ, എന്ത് നേടണം? ദ കോബ്ലർ എന്ന് പറഞ്ഞ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. പലപ്പോഴും ഞാൻ ആ കഥ ഓർക്കാറുണ്ട്. ആ കഥയില് ഒരു വലിയ ജന്മി, റഷ്യൻ കഥയാണല്ലോ ടോൾസ്റ്റോയുടെ, ഒരു വലിയ ജന്മി
4 കുതിരകളെ പൂട്ടിയ, പഴയ കഥയായതുകൊണ്ട് അന്ന് കുതിര വണ്ടിയേ ഉള്ളൂ, കാറൊന്നുമില്ല. കുതിരകളെ പൂട്ടിയ വെള്ളി പിടിപ്പിച്ച ഒരു കുതിരവണ്ടിയില് വന്നൊരു ചെരുപ്പ് കുത്തിയുടെ വീടിന് മുന്നിൽ നിർത്തുന്നു. എന്നിട്ട് ഈ കുതിരക്കാരൻ അവിടുന്ന് ഇറങ്ങി ചെരുപ്പൂത്തിയുടെ അടുത്ത് ചെന്നിട്ട് മനോഹരമായ കുറച്ച് തുകൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് എൻ്റെ മാസ്റ്ററിന് ഒരു ഷൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തോലാണ്, ലോകത്തെ ഏറ്റവും വില കൂടിയ തോലാണിത്, ഇത് കേടുകൂടാതെ വൃത്തിയായിട്ട് ചെയ്യണം. അപ്പൊ ചെരുപ്പ് കുത്തി ആകസ്മികമായിട്ട് അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവനിത് കൊടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ, കുത്തുന്നത് സീനിയർ ചെരുപ്പ് കുത്തിയാണ്, പക്ഷെ തോല് മുറിച്ചെടുക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ ചെരുപ്പ് കുത്തി നോക്കുമ്പോൾ അസിസ്റ്റന്റ് ഈ തോല് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ശവത്തിൽ അണിയാനുള്ള ചെരുപ്പിന്റെ രൂപത്തിലാണ്. മനോഹരമായ ഷൂസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത തോലാണ്. അപ്പൊ അയാളെ ഈ ചെരുപ്പ് കുത്തി ഭത്സിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതാ കുതിരക്കാരൻ വീണ്ടും എത്തുന്നു. കുതിരക്കാരൻ ഓടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഷൂസ് ഉണ്ടാക്കി കഴിഞ്ഞുവോ? ഇല്ലെങ്കിൽ ഇനി അത് ഷൂസ് ആയിട്ട് ഉണ്ടാക്കണ്ട, അത് ശവത്തില് വെക്കാനുള്ള ചെരുപ്പായിട്ട്, അവിടെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, ശവത്തിലും ചെരുപ്പണിയിക്കും, അതാക്കിയാൽ മതി എന്ന്. അപ്പൊ ഈ ചെരുപ്പ് കുത്തി തന്റെ അസിസ്റ്റന്റിനെ നോക്കുന്നു. അതുവരെ അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് അപ്രത്യക്ഷനായിരിക്കുന്നു. ഈ അപ്രത്യക്ഷനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പോ ഈ അസിസ്റ്റന്റ് ആരാണോ, അതൊരു പക്ഷേ ടോൾസ്റ്റോയ് ഉദ്ദേശിക്കുന്നത് അത് ദൈവം രൂപം മാറി വന്നതാണെന്നായിരിക്കാം, അത് നമുക്കറിയില്ല. ഇത് പഴയ ഒരു എം ബി പോളിന്റെ കഥ പോലെയാണ്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കഥ എം ബി പോളിന്റെ ഒരു കഥയാണ്. എം ബി പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോട്ടയത്തുകാരനായ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. എം ബി പോളിന്റെ ഒരു ചെറുകഥയുണ്ട്. ഒരുവൻ അപരനോട് ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നുവോ? അപരൻ അപ്രത്യക്ഷനായി. ഇത്രയുള്ള കഥ. ബാക്കി നമുക്ക് ഊഹിക്കാം. അതുപോലെ ഒരു കഥയാണ് ഈ കോബ്ലർ എന്ന് പറഞ്ഞ കഥ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അർത്ഥം തേടലാണ് ഒഴിവ് കിട്ടുന്ന വേളകളിൽ നമുക്ക് ചെയ്യാവുന്ന വലിയ ഒരു കർത്തവ്യം. അങ്ങനെ തേടുമ്പോഴാണ് ഇങ്ങനെയുള്ള അസോസിയേഷനുകൾക്ക് പ്രസക്തി വരുന്നത്. ശ്രീ ദുർഗാനഗർ പോലെ ആയിരക്കണക്കായ അസോസിയേഷനുകൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്നത് ഒരു കാര്യമാണ്, മനുഷ്യനെയും കൂട്ടി യോജിപ്പിക്കുക, അകന്നു പോകുന്ന മനുഷ്യബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കുക. പലപ്പോഴും ഒക്കെ ഇത് ആവശ്യമാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഏകനാണ്. ഞാൻ പലപ്പോഴും മുതിർന്ന ആളുകളുടെ യോഗങ്ങളിൽ പോകുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മക്കളെ ഉപദ്രവിക്കരുത്. അതുപോലെ മക്കൾ തിരിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷകർത്താക്കളെ ഉപദ്രവിക്കരുത്. അതിനുള്ള അർഹത നമുക്കില്ല. നമ്മൾ ഈ ചക്രത്തിൽ, കോഗ് ഇൻ ദ വീൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ, ഈ ചക്രത്തില് നമുക്ക് ഓരോരോ ധർമ്മങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയില് രക്ഷകർത്താക്കളെ പരിപാലിക്കാനുള്ള ധർമ്മം അടുത്ത തലമുറയിൽ നിക്ഷിപ്തമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ധർമ്മമില്ല. നിങ്ങളിൽ എത്ര പേര് രക്ഷകർത്താക്കളെ സംരക്ഷിച്ചിട്ടുണ്ടാവും? അവർക്ക് വേണ്ട പണവും മറ്റൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവും. സംരക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ രക്ഷകർത്താക്കളെ കൂടെ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കണോ എൻ്റെ അടുത്ത തലമുറ എന്നെ വന്ന് സംരക്ഷിക്കുമെന്ന്? പ്രതീക്ഷിക്കരുത്. അപ്പൊ സാമൂഹ്യ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ വ്യക്തിയും അവന്റെ ജീവിതം ജീവിച്ചു തന്നെ തീർത്തേ കഴിയുള്ളൂ. പിന്നെ ജീവിക്കാനുള്ള വഴിയില്ലെങ്കിൽ, അങ്ങനെ കുറച്ചു പേർക്കുണ്ടാകാം, ജീവിക്കാനുള്ള വഴിയില്ലെങ്കിൽ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ അടുത്ത തലമുറയ്ക്ക് കഴിഞ്ഞാൽ, അതിപ്പോ നിയമങ്ങൾ വളരെ ശക്തമാണ്. പണ്ടൊക്കെ രക്ഷകർത്താക്കളുടെ സ്വത്ത് മക്കൾ കൈകാര്യം ചെയ്ത് ദുരുപയോഗം ചെയ്ത് രക്ഷകർത്താക്കളെ വഴിയാധാരമാക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും പറ്റില്ല. മക്കൾക്ക് എഴുതി വെച്ച സ്വത്ത് പോലും ഒരു ദിവസം രക്ഷകർത്താവിന് തോന്നുകയാണ് ഇവരെന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം നമ്മുടെ നിയമസംഹിത തന്നിട്ടുണ്ട്. എത്ര രക്ഷകർത്താക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കൾ മക്കൾക്ക് കൊടുത്തു എന്ന് വെച്ചോളൂ. ഒരു ദിവസം നിങ്ങൾക്ക് തോന്നുകയാണ് മക്കൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, പണ്ട് കൊടുത്താൽ കൊടുത്തതായിരുന്നു, ഇപ്പോഴോ ആ സ്വത്തുക്കൾ തിരിച്ചെടുക്കാനുള്ള നിയമം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. പക്ഷെ കഴിയുന്നതും ഒരു തലമുറയ്ക്ക് അടുത്ത തലമുറയെ ഡിപ്പെൻഡ് ചെയ്യാതെ
അവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനം. അതുപോലെ ഓരോ തലമുറ, മുമ്പൊക്കെ ഒരു തലമുറ എന്ന് പറയുന്നത് ഏതാണ്ട് 20-25 കൊല്ലമായിരുന്നു. ഇപ്പൊ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഒരു 5 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തലമുറ മാറിക്കഴിഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞ കുട്ടികൾ ചിന്തിക്കുന്നത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇന്ന് എൻ്റെ അടുക്ക 2 സഹോദരിമാർ വന്നിരുന്നു. രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്. ഒരാള് ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന മൂത്ത കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാണ്? ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മൂത്ത കുട്ടി മിണ്ടാതിരുന്നപ്പോ ഇളയ കുട്ടി എൻ്റെ അടുക്ക് പറഞ്ഞു, ഇല്ല സാർ, ഇവര് പറയുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നു. ആലോചിച്ച് നോക്കൂ, 5 വർഷം കൊണ്ട് തലമുറ മാറിപ്പോയി. അത്ര ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യോഗങ്ങളില് കൊച്ചുകുട്ടികളെ, ചെറുപ്പക്കാരെയൊക്കെ ഒരു 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവരെയൊക്കെ ഇങ്ങനെയുള്ള യോഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അവരുടെ വൈബും അവരുടെ വേവ് ലെങ്തും ഒക്കെ വേറെയാണ്. അവർ ചിന്തിക്കുന്ന രീതി തന്നെ വേറെയാണ്. അതൊരു പക്ഷെ മുതിർന്ന തലമുറയ്ക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. കാലാകാലമായി നമ്മൾ പിന്തുടർന്നു വന്ന രീതി അനുസരിച്ച് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ചിന്തിക്കുമെന്നാണ്. അബദ്ധമാണത്. തലമുറ മാറുകയാണ്. ആൾവിൻ ടോഫ്ലർ എന്നുള്ള ചിന്തകൻ ലോകത്തിന്റെ ചരിത്രത്തെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആദ്യത്തെ യുഗം പ്രിമിറ്റീവ് ഏജ്, പ്രാകൃത യുഗം. രണ്ടാമത്തെ യുഗം അഗ്രേറിയൻ ഏജ്, കാർഷിക യുഗം. മൂന്നാമത്തെ യുഗം ഇൻഡസ്ട്രിയൽ ഏജ്, വ്യവസായ യുഗം. 4ാമത്തെ യുഗം ഇൻഫർമേഷൻ ഏജ്, എന്ന് വെച്ചാൽ വിജ്ഞാനാധിഷ്ഠിതമായ യുഗം. പക്ഷെ ഇപ്പോ ഓരോ വർഷവും യുഗ പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഇപ്പൊ പറയുന്നത് ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് നോളജ് ഇസ് 5 years എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് അറിയുന്ന ജ്ഞാനമൊക്കെ 5 വർഷം കൊണ്ട് പകുതി അപ്രസക്തമാകുന്നു. ഇപ്പൊ പറയുന്ന മറ്റൊന്നുകൂടി ഉണ്ട്, 5 വർഷം കൊണ്ട് ഇന്നുള്ള തൊഴിലുകളിലെ ഏകദേശം 50% അപ്രത്യക്ഷമാകുന്നു. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് പല തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. 5 വർഷം കഴിയുമ്പോൾ ആ തൊഴിലുകളിൽ പലതും അപ്രത്യക്ഷമാകും, പകരം തൊഴിൽ വേറെ വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചലനാത്മകമായ, കാർൽ മാർക്സ് പറഞ്ഞിട്ടില്ലേ, there is only one thing without change and that is change. മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണ്. ആ മാറ്റം ഇങ്ങനെ അനിശ്ചിതം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നാള് നിങ്ങൾക്ക് ഇങ്ങനെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് കൂടാൻ കഴിയുമെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ സംഘാടകര് മീറ്റിങ്ങിന് വിളിക്കാൻ വരുമ്പോൾ നിങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ പറയും, അതങ്ങ് ഓൺലൈനായിട്ട് നടത്തിയാൽ മതി എന്ന് പറയും. എന്തിനാ ഒത്തുകൂടുന്നത്? ഒത്തുകൂടാൻ അവർക്ക് സമയമില്ല. ഇത് മറ്റൊരാൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൽ കൂടെ വീട്ടിലിരുന്ന് കേട്ടാൽ മതി. പക്ഷെ ഇവിടെ എത്തുന്നത് അതൊരു സാമൂഹിക പ്രക്രിയയാണ്. അതില് ഒരു ഇന്ററാക്ഷൻ, അതിൻ്റെതായ ഒരു ഭാവനാത്മകത അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് കേൾക്കുന്നതും ഇവിടെ ഇരുന്ന് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ടെലിവിഷനിൽ ഒരു സിനിമ കാണുന്നതും സിനിമ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് സോഷ്യൽ ഇന്ററാക്ഷന്റെ വ്യത്യാസമാണ്. പക്ഷെ ആ വ്യത്യാസം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അപ്രസക്തമായി മാറും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കുകയേ വേണ്ട. വേൾഡ് ഈസ് ഡൈനമിക്. അനിശ്ചിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തില് നമ്മളും മാറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വല്ലാതെ മാറിക്കൊണ്ടിരിക്കണം. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കൈ കൊണ്ട് നടക്കാവുന്ന ഒരു ഫോണ്. എനിക്ക് 2 സ്വപ്നങ്ങളാണെന്നുണ്ടായിരുന്നത്. ഒന്ന്, കൈ കൊണ്ട് നടക്കാവുന്ന ഒരു ഫോണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിലെ ഫോണിൽ നിന്ന് ഒരു കോഡ്ലെസ് എക്സ്റ്റൻഷൻ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഞാൻ വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു 300 മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനൊരു കോഡ്ലെസ് ഫോണൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ അതിൽ സിഗ്നൽ സ്ട്രോങ് ആകുന്നില്ല. ഞാനപ്പോൾ അതിന്റെ ഉൽപാദകരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ദൂരം കൂടുന്തോറും ഇതിന്റെ റിസപ്ഷൻ കുറഞ്ഞു വരും. പിന്നെ എനിക്കുണ്ടായിരുന്ന മറ്റൊരു ആഗ്രഹം, ഈ ഇലക്ട്രിക് ലൈനുകളൊന്നും പാടില്ല. വൈദ്യുതി ഈ ഫോണിൽ സിഗ്നൽ വരുന്ന പോലെ നമ്മുടെ വീട്ടിലേക്ക് വരണം. നിങ്ങളുടെ ഉപകരണത്തിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് ഓൺ ചെയ്താൽ അതിൽ ഡയറക്റ്റ് ആയിട്ട് വൈദ്യുതി വരണം. നിങ്ങൾ ടെലിവിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വയറും കണക്ഷനും സ്വിച്ച് ഒന്നും പാടില്ല. ടെലിവിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതി ഡയറക്റ്റ് ആയിട്ട് വരണം. അന്ന് അതൊരു സങ്കല്പമായിരുന്നു. ഇപ്പൊ ഇത് രണ്ടും സാധ്യമാണ്. എന്തുകൊണ്ട് വൈദ്യുതി ഈ സിഗ്നൽ വഴി നിങ്ങളുടെ ഫോണിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ
ടി വിയിലേക്കൊക്കെ ഇന്ന് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അത് കൊണ്ടുവരാനുള്ള ടെക്നോളജി ഇന്നുണ്ട്. വൈദ്യുതി തരംഗങ്ങളായിട്ട് ഫൂറിയർ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ പറയുണ്ടായി, ഈ ലോകത്തുള്ള എല്ലാത്തിനെയും തരംഗങ്ങളാക്കി മാറ്റാവുന്നു, വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ വൈദ്യുതി തരംഗങ്ങളായിട്ട് ഇപ്പൊ ഈ വയറൊന്നും ഇല്ലാതെ തന്നെ തരംഗങ്ങളായിട്ട് എത്താനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ സുരക്ഷാ നടപടികൾ കുറച്ച് കർശനമാക്കേണ്ടതുകൊണ്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്നും വയറിംഗ് ഒന്നും വേണ്ട, ഉപകരണങ്ങൾ മാത്രം മതി. അത് നേരിട്ട് വൈദ്യുതി സ്വീകരിച്ചുകൊള്ളും. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾ ഉണ്ടാവും, സോളാർ യൂണിറ്റ്സ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരെണ്ണം അവിടെ അയക്കാം. ഇതൊക്കെ സ്വാഭാവികമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള വൈദ്യുതി നേരിട്ട് അവിടെ ആകുമ്പോൾ വെളിച്ചം എപ്പോഴും കിട്ടുമല്ലോ, സൂര്യൻ മറയില്ല, രാപകലില്ലാതെ സൂര്യരശ്മി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലേക്കായിട്ടൊരു ഡെഡിക്കേറ്റഡ് ഇലക്ട്രിക് സർവീസ് നമുക്കുണ്ടാകാൻ പറ്റും. ഞാനിതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ നാന്ദി സൂചകമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് എത്ര പേർക്ക് നേരിൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല. മുമ്പ് പറഞ്ഞതുപോലെ ആയുസ് നീട്ടാനുള്ള മന്ത്രങ്ങളൊന്നും ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. നമുക്ക് ആയുസ് നീട്ടി കൊടുക്കണേ, ഓം സഹനാവതു സഹനവും പുനക്തു എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആയുസ് കൂട്ടിക്കിട്ടാനുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇന്ന് നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യ പരിചരണം കൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 33 വയസ്സെന്നുള്ള ശരാശരി ഇപ്പൊ 74 വയസ്സിലെത്തി. അതിനൊരു 100 വയസ്സ് വരെ ശരാശരി എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഇപ്പോഴുള്ള നല്ലൊരു പങ്കാളികൾ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ വളരെ വിഭിന്നങ്ങളായ ചില ഏരിയ ഒക്കെ ടച്ച് ചെയ്താണ് പറഞ്ഞത്. ഈ ദുർഗാനഗറിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ദുർഗാ സങ്കല്പത്തെ കുറിച്ചൊന്ന് ഓർക്കുകയുണ്ടായി. നിങ്ങൾ എത്ര പേർ ആ സങ്കല്പത്തെ കുറിച്ച് അറിയുന്നവരാണെന്ന് അറിയില്ല. ദേവി ദുർഗ മഹിഷാസുരന്റെ വധത്തിന് വേണ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ച് നിർമ്മിച്ചത് 3 പുരുഷന്മാരുടെ സൃഷ്ടിയാണ് അത്രേ ദുർഗ. അപ്പൊ ദുർഗയ്ക്ക് മാതാവില്ല. ദുർഗ ആദി ദേവതയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ശിവന്റെ പ്രധാന ഗണങ്ങള് വീരഭദ്രനും ഭദ്രകാളിയാണ്. നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ഈ ഭദ്രകാളിയും ദുർഗയും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് അങ്ങനെയല്ല, ദുർഗയെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ സങ്കല്പങ്ങളൊക്കെ ഉദ്ദേശിച്ചാണോ നിങ്ങൾ ഇവിടെ ദുർഗാനഗർ എന്ന് പേരിട്ടെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് രാമകൃഷ്ണ നഗർ എന്നാണ് പേര്. അതൊരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചുകൊണ്ട് കുറെ കാലം ഞാൻ എൻ്റെ പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ അന്ന് പേരിടാൻ ശ്രമിച്ചപ്പോൾ പല പല നിർദ്ദേശങ്ങൾ വന്നു. അപ്പൊ കുറെ പേര് വന്നിട്ട് പറഞ്ഞു നമുക്ക് രാമകൃഷ്ണ നഗർ എന്ന് വേണമെന്ന്. വേറെ പല പേരുകളും വന്നു. അപ്പൊ ഞാന് നിർദ്ദേശിച്ച ഒരാളോട് ചോദിച്ചു, എന്താ രാമകൃഷ്ണ നഗർ എന്നുള്ള ആ നിർദ്ദേശത്തിന്? അത് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ആരാധകനായിരുന്നു. അതുകൊണ്ട് രാമകൃഷ്ണ നഗർ എന്ന് പേര് കൊടുക്കണമെന്ന്. അപ്പൊ അതിനൊരു അർത്ഥം കണ്ടെത്താൻ കഴിയും. അപ്പൊ അവിടെയുള്ള മറ്റുള്ളവരൊന്നും പരമഹംസരുടെ ഭക്തരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരുമായിട്ട് ഈ പേരിന് ബന്ധമുണ്ട് എന്ന് എത്ര പേർക്ക് അറിയാവുന്ന തന്നെ എനിക്കറിയില്ല. എനിക്ക് വളരെ രസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കല് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില് ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ, ഇവിടെയും ആ സമുദായത്തിൽപ്പെട്ടവരുണ്ടാവും, ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ തൻ്റെ കൃതികള് പ്രകാശിപ്പിച്ചിട്ടുള്ള വിവേകോദയം കുമാരനാശാൻ SNDP യൂണിയന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണമാണ്. ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരു പ്രസിദ്ധീകരിച്ചത് വിവേകോദയത്തിലാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഈഴവ സുഹൃത്തിനോട് ചോദിച്ചു, ഈ വിവേകോദയത്തിന് എങ്ങനെയാ പേര് വന്നെന്ന് അറിയുമോന്ന്. ഇവിടെയുള്ള ആർക്കെങ്കിലും അത് അറിയുമോ? അറിയാൻ ചാൻസ് കുറവ്. കാരണം അക്കാലത്താണ് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത്. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ഹാർവിപുരം കൊട്ടാരത്തില് മനോന്മണിയാർ സുന്ദരനാരുടെ അതിഥിയായിട്ട് വിവേകാനന്ദൻ താമസിക്കുന്ന ദിവസം എനിക്ക് അതിന്റെ അടുത്തൊരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. കുറെ നാളെ ഞാൻ അവിടെ താമസിച്ചു. ഈ ഹാർവി കൊട്ടാരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൽ കുറെ കാലം താമസിക്കണ്ടായി. ഈ ഹാർവിപുരം കൊട്ടാരത്തില് വിവേകാനന്ദൻ താമസിച്ച ദിവസം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ കുമാരനാശാനുമായിട്ട് ദീർഘസമയം
ആശയവിനിമയം നടത്താനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. വിവേകാനന്ദന്റെ പ്രേരണ കൊണ്ടാണ് SNDP എന്നൊരു സംഘടന ഉണ്ടായത്. വിവേകാനന്ദൻ അന്ന് കുമാരനാശാനോടെയും പിന്നീട് ഗുരുവിനെ കണ്ടപ്പോൾ ഗുരുവിനോടെയും പറയുകയുണ്ടായി, സംഘടിതമായിട്ടൊരു ശ്രമം ഉണ്ടാകണം, എന്നാൽ മാത്രമേ നാട്ടിൽ വികസനം ഉണ്ടാവൂ. അല്ല നിങ്ങൾ 4 ആൾ കൂടി അമ്പലം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ദേവനെ ഭജിച്ചിട്ടോ ഒന്നും കാര്യമില്ല, ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് വിവേകാനന്ദനാണ് നിർദ്ദേശിച്ചത്. അതനുസരിച്ചാണ് 1903 SNDP യോഗം നിലവിൽ വന്നത്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അന്ന് ആ ഒരു പ്രേരണയുടെ കൃതജ്ഞത എന്ന പോലെ ആദ്യമായിട്ട് SNDP യോഗം തുടങ്ങിയ പ്രസിദ്ധീകരണത്തിന് വിവേകാനന്ദന്റെ പേര് കൊടുത്തു. അങ്ങനെയാണ് വിവേകോദയം ഒരു പ്രസിദ്ധീകരണമായി വന്നത്. അത് സ്വാഭാവികമായിട്ട് ഇതിനിടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരാഴ്ച ഞാൻ ശബ്ദത്തിന് സ്റ്റോപ്പേജ് കൊടുത്തിരിക്കുകയായിരുന്നു. തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷൻ, ഒരു ചുമ വന്നതുകൊണ്ട്. ഇന്നലെ നിങ്ങളുടെ അടുത്തുള്ള മറ്റൊരു അസോസിയേഷന്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് അതൊന്ന് പൊട്ടിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ 2 മണിക്കൂറോളം പ്രസംഗിക്കേണ്ടി വന്നുകൊണ്ട് എൻ്റെ തൊണ്ട എന്നോടൊപ്പം വരുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. അതാണ് ഈ ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്, നിർത്താനുള്ളൊരു മുന്നറിയിപ്പാണ്. ഞാനും ചുമയും തമ്മിലൊരു ഫൈറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുമക്കാനുള്ള ഒരു പ്രേരണ വരും. തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്യും. എങ്കിലും അത് നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മുടെ ആയുസ്സിന്റെ ബലം പോലെ നമ്മൾ ആരോഗ്യമുള്ള കാലത്തോളം ആയുസ്സിനോട് നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കും. ഒരു ഘട്ടം എത്തുമ്പോൾ ആയുസ് നമ്മളെ കീഴ്പ്പെടുത്തും. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ പറയുന്ന പോലെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും അറിയാം ഒരു ദിവസം അവന് ഈ ഭൂമിയെ വിട്ടു പോകേണ്ടി വരും. പക്ഷെ അത് മറന്നുകൊണ്ട് അവന് ജീവിക്കാൻ പറ്റുന്നു. അതാണ് ലോകത്തെ മഹാത്ഭുതം. ഇത് യമധർമ്മനോടെ മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ പറയുന്ന ഒരു വാചകമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മുഖത്ത് എപ്പോഴും സന്തോഷം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ഘട്ടത്തിലെങ്കിലും ഈ പറഞ്ഞ മൃത്യുവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സന്തോഷം മാഞ്ഞു പോകും. അപ്പോൾ അത് മറന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മഹാധർമ്മം. അത് നമ്മൾ ആലോചിക്കാനേ പാടില്ല. നമ്മുടെ നിത്യത്തൊഴിൽ അഭ്യാസം പോലെ ജീവിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് പ്രസക്തി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റുട്ടീൻ സ്ഥായിയായ ചര്യകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറി ഇങ്ങനെയൊക്കെ വരുമ്പോഴും വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ കുട്ടികളും ആകണം. ഇപ്പോഴും നിങ്ങൾ മുതിർന്നവരായിട്ടായിരിക്കുന്നത്. അതിനുള്ള അവസരവും അസോസിയേഷൻ ഉണ്ടാക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ കൊച്ചു കുട്ടികളാക്കണം. ഞങ്ങൾ ഈ ട്രെയിനിങ് പ്രോഗ്രാംസിനൊക്കെ മുതിർന്നവരെ കൊണ്ട് ചില ഗെയിംസ് ഒക്കെ ചെയ്യിക്കും. ചില ചെറിയ ഗെയിംസ് അവർക്ക് അവരുടെ കൗമാരത്തിലേക്കും ബാല്യത്തിലേക്കും തിരിച്ചു പോകാൻ പറ്റണം. അനകമാകുമ പൂവനം കാണുവാൻ ഇനിയും എത്ര ഞാൻ പിന്നോട്ട് പോകണം എന്ന് ചങ്ങമ്പുഴ ചോദിച്ച പോലെ ഇനിയും പിന്നോട്ട് പോകാതെ ഈ ബാല്യത്തിൽ ഈ കൗമാരത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അതുകൊണ്ട് 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ ആയാലും അസോസിയേഷൻ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് പന്ത് കളിക്കാനും 2 തമാശ പറയാനും അത്യാവശ്യം ഭാര്യയെ ഭർത്താവിനെ അറിയിക്കാതെ ഒന്ന് സിഗരറ്റ് വലിക്കാനും ഒക്കെ നിങ്ങൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അത് കൂടിപ്പോയതെന്ന് മാത്രം. അപ്പൊ നമുക്കതൊരു നമ്മുടെ ചെറുപ്പത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിട്ട് ജീവിതം ആസ്വദിക്കാനുള്ള ഒരു വഴിയാണ്. കാരണം ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പല മതങ്ങളിലും ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു സ്വർഗമുണ്ടോ? ഹിന്ദു ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ അതലം വിതലം നിതലം സുതലം തലാതലം മഹാതലം രസാതലം ഭൂലോകം ഭൂവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം 14 ലോകങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭൂലോകം മാത്രമേ അറിയുള്ളൂ, വേറെ ലോകമൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മിൽക്കി വേയിലുള്ള അടുത്ത നക്ഷത്രങ്ങൾ. ഭൂമി കഴിഞ്ഞാൽ തൊട്ടടുത്ത നക്ഷത്രം നമ്മുടെ സൂര്യൻ കഴിഞ്ഞാൽ, ഭൂമി സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് 4.2 പ്രകാശവർഷം അകലെയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ 4.5 വർഷത്തോളം എടുക്കും, 4.25 വർഷം എടുക്കും. അതിനപ്പുറത്തുള്ള നക്ഷത്രം അത് ആൽഫ സെഞ്ചുറി എന്നാണ് അതിന്റെ പേര്. അതിനടുത്തുള്ള നക്ഷത്രം പിന്നെയും 100 കോടി വർഷങ്ങൾ അപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് എവിടെങ്കിലും ഒരു സ്വർഗം ഉണ്ടോ? ഇതൊക്കെ സങ്കല്പമാണ്. ഇതൊക്കെ ഒരുപക്ഷെ മനുഷ്യനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെ മത മേലധികാരികളും അല്ലെങ്കിൽ നമ്മുടെ ഋഷിവര്യന്മാരും ഒക്കെ കണ്ടുപിടിച്ച അവരാൽ പ്രോക്തനമായ ചില ചിന്താഗതികളാണ് ഈ സ്വർഗവും നരകവും ഒക്കെ. നമ്മളാരും മരിച്ചിട്ട് സ്വർഗത്തിലും പോകാൻ പോകുന്നില്ല, നരകത്തിലും പോകാൻ പോകുന്നില്ല. പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഒരു കഥ പറയുമായിരുന്നു.
നിങ്ങൾ മരിക്കും എന്നൊരു ഭയം വേണ്ട. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് മരിക്കാം, ഒന്ന് ജീവിച്ചിരിക്കാം. ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയക്കണ്ട. മറിച്ച് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഭയം? സ്വർഗത്തിലേക്ക് പോകുമോ അതോ നരകത്തിലേക്ക് പോകുമോ? അപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും ഭയക്കണ്ട. എന്താ കാര്യം? അവിടെ എല്ലാം സുഭിക്ഷമല്ലേ, അല്ലെ? സ്വർഗമെന്നും സുവർഗമെന്നും ദേവലോകം എന്നൊക്കെ പല മതങ്ങളിൽ പറയുന്ന അവിടെ എല്ലാം സുഭിക്ഷമാണ്. ഇനി നരകത്തിലേക്ക് പോവുകയാണെങ്കിലാണ് ഭയക്കേണ്ടത്. അപ്പൊ നരകത്തിലേക്ക് പോയാലും നിങ്ങൾ ഭയക്കണ്ട, കാരണം ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്താലും വിഷമിക്കണ്ട. അപ്പൊ സ്വർഗവും നരകവും ഒക്കെ മനുഷ്യ സൃഷ്ടങ്ങളായ മയാസൃഷ്ടം എന്ന് ശ്രീകൃഷ്ണൻ അർജുനോട് ഉപദേശിക്കുന്ന പോലെ മയാസൃഷ്ടമാണത്. ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സാങ്കല്പിക കഥകളാണത്. മതവിശ്വാസങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല. ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസം ഉണ്ടാകും, അതവർ വിശ്വസിച്ചോളെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ദൃശ്യമായിട്ടുള്ള ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയിൽ ആസ്വദിച്ച് ജീവിക്കുക. പക്ഷെ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ്വാദ്യതയുടെ സീമകൾ അതിലംഘിച്ചു കഴിഞ്ഞാൽ അത് ആസ്വാദ്യകരമല്ലാതാവും. അധികം ഭുജിച്ചാൽ അമൃതും വിഷം, അല്ലെ? അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു മിതത്വത്തോടു കൂടി ചെയ്യാൻ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ നാമി. ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും തന്നെ മിതഭാഷികളായിരിക്കും, മിതഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, മിതവ്യായാമം ചെയ്യുന്നവരായിരിക്കും, മിത സ്നേഹപ്രകടനം ചെയ്യുന്നവരായിരിക്കും. ഒന്നും പൊട്ടിത്തെറിയുടെ ആവശ്യമില്ല. എല്ലാത്തിനെയും ഒരു സ്റ്റോയിക് ഫിലോസഫി എന്നൊരു ഫിലോസഫി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സെന എന്ന് പറഞ്ഞ പാശ്ചാത്യ ഗ്രീക്ക് ചിന്തകൻ തുടങ്ങി വെച്ച സ്റ്റോയിക് ഫിലോസഫി. സ്റ്റോയിക് ഫിലോസഫി പറയുന്നത് ജീവിതത്തിൽ ഒന്നിനോടും അധികം ആസക്തിയാകരുത്, ജീവിതത്തിൽ ഒന്നിനോടും അധികം വെറുപ്പാകരുത്. നിങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റൊക്കെ ലഭ്യമാണല്ലോ, നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോയിക് ഫിലോസഫിയുടെ ടൺ കണക്കിന് മെറ്റീരിയൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഞങ്ങളൊക്കെ പണ്ടത് പഠിച്ചിരുന്നത് പുസ്തകങ്ങൾ നോക്കിയാണ്. ഇപ്പൊ പുസ്തകം നോക്കി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ സ്റ്റോയിക് ഫിലോസഫിയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത്. അത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഒന്നിനോടും അമിതമായ ആസക്തി പാടില്ല, ഒന്നിനോടും അമിതമായ വെറുപ്പും പാടില്ല. എല്ലാത്തിനെയും സമചിത്തതയോടുകൂടി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് അർത്ഥവത്തായ ഒരു ജീവിതം ജീവിച്ചു പോകാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞത് എല്ലാ പ്രായക്കാർക്കും ബാധകമാണ്. ഒരു കൊച്ചുകുട്ടി മുതൽ സാമാന്യ ബുദ്ധി പ്രവർത്തിക്കുന്ന, ബുദ്ധിയുടെ ഏറ്റവും വലിയ വികാസം സംഭവിക്കുന്നത് ഏകദേശം 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. ആ സമയത്ത് നമ്മിലേക്ക് വരുന്ന സിഗ്നൽസ് എല്ലാം നമ്മൾ ശക്തമായി സ്റ്റോർ ചെയ്യപ്പെടും. അതാണ് നമ്മുടെ ലിബിഡോ എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ള വാസനകൾ. നമ്മിലുള്ള വാസനകളൊക്കെ രൂഢമൂലമാകുന്നത് ചെറുപ്രായത്തിലാണ്. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ സംസ്കാരം ഒരു കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമെന്ന് നമ്മൾ പറയാറ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു അതായി തീരും നിങ്ങളുടെ കുട്ടികളുടെ സംസ്കാരം. നിങ്ങൾ ഏത് ജാതി മതവും ആയിക്കോട്ടെ, നിങ്ങൾ കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ടൊരു കാര്യമില്ല. വീട്ടിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു. മക്കളെ തല്ലുന്ന അച്ഛനമ്മമാർ ഓർക്കണം, വയസ്സാം കാലത്ത് തിരിച്ച് തല്ലുകൊള്ളാനുള്ള സാധ്യതയുണ്ട്. മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ ഓർക്കണം, വയസ്സുകാലത്ത് അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ്. കൊല്ലമൊന്നും വേണ്ട, കൊടുത്താൽ എവിടെയും കിട്ടും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇത് തിരിച്ച് സമൂഹത്തിന് നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ സമൂഹം നിങ്ങൾക്ക് തിരിച്ചത് തന്നിരിക്കും. ഒരു ബുമറാങ് ആണ് ഈ സമൂഹം. നമ്മൾ സമൂഹത്തിലേക്ക് എന്തെറിയുന്നുവോ അത് കറങ്ങി തിരിച്ച് നമ്മിലേക്ക് എത്തും. നമ്മൾ സമൂഹത്തിലേക്ക് വിദ്വേഷം എറിഞ്ഞാൽ തിരിച്ച് നമ്മിലേക്ക് വിദ്വേഷം വരും. നമ്മൾ സമൂഹത്തിലേക്ക് സ്നേഹം പറഞ്ഞാൽ തിരിച്ച് നമ്മിലേക്ക് സ്നേഹം വരും. പിന്നെ അമിതമായി നമ്മൾ ഒന്നും കാക്ഷിക്കരുതെന്നാണ് ഈ സ്റ്റോയിക് ഫിലോസഫി പറയുന്നത്. ഒന്നിനെ കുറിച്ചും അത്ര ആസക്തി ആവശ്യമില്ല. എന്തിനാണ് ഈ ആസക്തി? അതുപോലെ ഏറ്റവും നല്ല ഭാഷ ഏതാണെന്ന് സ്റ്റോയിക്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഏറ്റവും നല്ല ഭാഷ ഏതാണെന്നറിയോ? ഏതാ? അതെല്ലാവർക്കും അറിയുന്ന ഭാഷയാണ് മൗനം. അത്ര ശക്തമായ ഒരു ഭാഷ പറയില്ല. അതുകൊണ്ട് എത്രമാത്രം മൗനം നിങ്ങൾക്ക് ഭജിക്കാൻ പറ്റുമോ അത്രമാത്രം ജീവിതം നിങ്ങളുടെ മനോഹരമായിരിക്കും. രാവിലെ ഭർത്താവ് തട്ടിക്കറി വരികയാണ്, ഭാര്യയ്ക്ക് ഒരു 5 മിനിറ്റ് മൗനം ഭജിക്കാൻ പറ്റുമെങ്കിൽ ആ ദിവസം നന്നായി വരും. ഇനി ഭാര്യ സടകുടഞ്ഞു വരികയാണ് ഭർത്താവിന്റെ അടുക്കിലേക്ക്, ഭർത്താവിന് ഒരു 5 മിനിറ്റ് മൗനം ഭജിക്കാൻ കഴിയുമെങ്കിൽ കുടുംബ പ്രശ്നം അതോടുകൂടി തീരും. അതാണ് മൗനത്തിന്റെ ഒരു മൂല്യം.
ഈ മൗനത്തിന്റെ മൂല്യം കണ്ടറിഞ്ഞവരാണ് നമ്മുടെ ഋഷിമാര്. ഈ മൗനം ഭജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പണ്ട് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം എടുക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? അതെനിക്ക് മഹാത്മജിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ്. മഹാത്മജി മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ശനിയാഴ്ചയും മഹാത്മജി മൗനവ്രതമായിരുന്നു. എന്തിനാണ് മഹാത്മജി മൗനവ്രതം എടുക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ചില ശിക്ഷകണങ്ങൾ ചോദിച്ചു. അപ്പൊ മഹാത്മജി പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ? എന്റെ നാക്കിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ അത് വായിച്ചൊരു പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് ഞാൻ കുറെ കാലം ശനിയാഴ്ചകളിൽ മൗനം എടുത്തു തുടങ്ങി. ആദ്യകാലത്തൊക്കെ എളുപ്പമായിരുന്നു, പക്ഷേ കോളേജ് അധ്യാപകനായി കഴിഞ്ഞപ്പോൾ നടക്കാതായി. എങ്കിലും വല്ലപ്പോഴും നിങ്ങൾക്ക് മൗനിയായിരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ അന്തർധാരയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിജയമാവും. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന്, എപ്പോഴെങ്കിലുമൊക്കെ മൗനമായിട്ടിരുന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ. നമുക്കതിന് സമയമില്ല എന്നാണ് പറയുന്നത്. എനിക്കത് മനസ്സിലാകുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെയല്ലേ സമയം. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഭൗതികമായ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വളരെ ആർത്താർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളിലേക്കൊന്ന് ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര നടക്കുക. അമ്പലങ്ങളിലേക്കല്ല ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര നടത്തണം. എന്തിനാണത്? എന്തായിരുന്നു എൻ്റെ ജീവിതം? ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ എന്താണ് നേടിയത്? ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? എങ്ങനെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിച്ച് ജീവിക്കാൻ കഴിയും? അതാണ് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്ര. ഒരുപക്ഷെ അമ്പലങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ തീർത്ഥയാത്ര നടത്തിയാൽ അതിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് അവിടുത്തെ മൗനത്തിൽ നിന്ന്, അവിടുത്തെ സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷെ ഈ ആത്മാവിലേക്ക് നടത്തുന്ന തീർത്ഥയാത്ര അതൊരു പുണ്യമാണ്. അത് ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ, ഇതിലൊന്നും പ്രായ ഒരു വ്യത്യാസമൊന്നുമില്ല, ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതം വിജയകരമായി തീരും. എൻ്റെ തൊണ്ട പിന്നെയും എന്നെ ഓർമ്മിപ്പിക്കുന്നു മതിയാക്കി പോയിക്കൂടെ എന്ന്. അപ്പം ഞാൻ ഇനി നീട്ടുന്നില്ല. ഇപ്പൊ തന്നെ കുറച്ച് നീണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് രാവിലെ ഒരു ദീർഘ പ്രഭാഷണം 2 മണിക്കൂറോളം കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വളരെ ശാന്തരായിട്ട് കേട്ടിരിക്കുന്നുണ്ട്. അതിന് തന്നെ ഒരു അവാർഡ് തരേണ്ടതാണ് അല്ലേ? ഇത്രയും നേരമായിട്ടും. സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കൊച്ചു കുട്ടികളെങ്കിലും ബഹളം ഉണ്ടാക്കുന്നതാണ്. ഇന്ന് അവർ കൂടി ശാന്തരായിട്ടിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ പ്രബുദ്ധമായ ഒരു സമൂഹമാണ് ശ്രീ ദുർഗാനഗറിലുള്ളതെന്ന് ഞാൻ വിധി എഴുതട്ടെ. ഉറപ്പാണല്ലോ? കൈയടിച്ച് നമുക്ക് അത് പാസ്സാകാം. അപ്പോൾ ഈ പ്രബുദ്ധ സമൂഹത്തിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇതിൽ ഈ ദീർഘമായ പ്രഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ യൂട്യൂബിൽ ഇടാറുണ്ട്. അത് ഇടുമ്പോൾ ഞാൻ ഇവിടേക്കും കോപ്പി അയച്ചു തരാം. നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കേൾക്കാമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും കേൾപ്പിക്കണം തോന്നുകയാണെങ്കിൽ കേൾപ്പിക്കാം. നന്ദി, നമസ്കാരം.